നമസ്കാരം. കേരളത്തിന് വലിയ പ്രതീക്ഷയുള്ള ഒരു സംഭവം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്, നിക്ഷേപ സംഗമം. ആഗോളതലത്തിൽ വലിയ രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ നിക്ഷേപകരൊക്കെ എത്തിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റാണ്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ഇന്ന് നടന്നു. നിങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടാകും. ആ ഉദ്ഘാടന വേദിയിലുണ്ടായ ചില രസകരമായ നിമിഷങ്ങൾ നിങ്ങളെ അറിയിക്കുക, നിങ്ങളെ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ വരുന്ന വീഡിയോ ആണ്. ആ വേദിയുടെ പൊതു സ്വഭാവം മുഖ്യമന്ത്രി മുതൽ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാർ മുതൽ കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി മുതൽ വലിയ നിക്ഷേപകരൊക്കെ അടങ്ങിയ ഒരു സംഗമമാണ്. വേദി തന്നെ, അതിൻ്റെ ഒരു പരിച്ഛേദമാണ് വേദി തന്നെ അവിടെ നമ്മൾ കാണാൻ കഴിഞ്ഞത്. ആ വേദിയിലുണ്ടായ ആളുകളുടെയൊക്കെ മുന്നോട്ടു പോക്ക് ഒരുപക്ഷെ കേരളത്തിൻ്റെ വലിയൊരു വ്യാവസായിക മുന്നേറ്റത്തിന് സഹായകരമാകും വിധം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ കേരളത്തിലുണ്ടായ വിവാദങ്ങൾ നമുക്കറിയാം. ഒന്ന്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതാണ് എന്ന പ്രഖ്യാപനം വെറുതെയാണ് എന്നുള്ളത് അടക്കമുള്ള കേരളം അത്ര നല്ല രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന വലിയ തർക്കങ്ങളൊക്കെ നടന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ആ വേദിയിലുണ്ടായ കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം എന്നുള്ളതാണ്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലാണ് കേന്ദ്രത്തിൻ്റെ പ്രതിനിധികളിൽ പ്രധാനപ്പെട്ട ഒരാൾ. പിന്നെ ജയന്ത് ചൗധരിയും വന്നിരുന്നു. പീയൂഷ് ഗോയൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട രസകരമായ ഒരു കാര്യം കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി പി രാജീവിനെ കുറിച്ചാണ്. രാജീവ് രാജ്യസഭയിൽ ഇരുന്ന കാലത്ത് നമുക്കറിയാം, അന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ പോലും രാജീവിന് യാത്രയപ്പ് നൽകിക്കൊണ്ട് നടത്തിയ പ്രസംഗമൊക്കെ നമ്മുടെ അന്ന് രാഷ്ട്രീയം ശ്രദ്ധിച്ച ആളുകളുടെ മുമ്പിലുണ്ടാകും. ആ പഴയ കാലത്തെ ഓർത്തുകൊണ്ടാണ് പീയൂഷ് ഗോയൽ തൻ്റെ പ്രസംഗം ആരംഭിച്ചത്. രാജീവ് ഒരു ഗംഭീര പാർലമെന്റേറിയൻ ആയിരുന്നു എന്നുള്ള കാര്യം അവിടെ പറഞ്ഞു. And I would say my brother, Mr. P. Rajiv, Honorable Minister for Industries, Law and Coir, that when Mr. P. Rajiv was an Honorable Member of Parliament in the Rajya Sabha, along with me, and in the initial period we were both in the opposition together, I can say on record that he was one of the finest parliamentarians I have come across in my life. പി രാജീവിനെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലൊന്ന്, കേരളത്തിൻ്റെ കേരയിൽ സങ്കല്പം, സിൽവർ ലൈൻ എന്ന നമ്മുടെ ഒരു പദ്ധതി സ്വപ്നം നമ്മുടെ മുമ്പിലുണ്ട്. ഈ പദ്ധതിയെക്കുറിച്ച് പി രാജീവ് തൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു എന്നും അതൊരു ഗംഭീര പ്രൊജക്റ്റാണ്, വലിയ തോതിൽ 4 മണിക്കൂറോളം കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയെ കുറക്കുന്ന, യാത്രാ സമയം കുറക്കുന്ന ഒരു പദ്ധതിയാണ് എന്നും പി രാജീവിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ വരെ മുന്നിൽ നിർത്തിക്കൊണ്ട് BJPയുടെ നേതാവ് കൂടിയായ പീയൂഷ് ഗോയൽ ആ വേദിയിൽ പറഞ്ഞു. We have also now a project, Silver Line, a semi-high-speed rail coming up between Thiruvananthapuram and Kasaragod, which will reduce the time to only 4 hours. പീയൂഷ് ഗോയൽ ഒരു BJPക്കാരൻ എന്നുള്ള നിലയിൽ വല്ലാത്തൊരു പണിയാണ് ഇവിടെ വന്നെടുത്തത്. കാരണം കെ സുരേന്ദ്രൻ മുതൽ സുരേഷ് ഗോപി വരെയുള്ള ആളുകൾ സിൽവർ ലൈനിനെതിരെ പ്രതിജ്ഞാബദ്ധമായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങോട്ട് വരില്ല, അതിനെ കൊണ്ടുവരാൻ വിട്ടില്ല എന്നുള്ള മട്ടിലുള്ള എല്ലാ പാരയും വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പീയൂഷ് ഗോയൽ ഇവിടെ വന്ന് സിൽവർ ലൈൻ കൊള്ളാവുന്നതാണ് എന്ന തോന്നലുണ്ടാക്കുന്ന പ്രസംഗം നടത്തുന്നത്. അതെന്തായാലും ആവട്ടെ, ഇമാതിരി സാഹചര്യങ്ങളിൽ കേരളത്തിൽ വരുമ്പോൾ പീയൂഷ് ഗോയലിനുണ്ടാകുന്ന ഒരു ആശങ്ക അവരെക്കുറിച്ചൊക്കെ ഓർത്തിട്ടാണ്. കേരളത്തിൽ ഈ പ്രവർത്തനമൊക്കെ നടക്കുന്നതിനിടയിൽ ഇവിടെ ഒരു താമര വീയുന്നില്ലല്ലോ, BJPക്ക് ഒരു പ്രതീക്ഷയില്ലാത്ത നാടായി മാറുന്നല്ലോ എന്നുള്ള തോന്നൽ അദ്ദേഹം അവിടെ പങ്കുവച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉടനെ അതിനുള്ള ശ്രമം നടത്തും എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. It's indeed always a pleasure to visit God's own country. And every visit in Kerala, you feel like never going back. But I will go back, so you don't have to worry. We are not yet, the lotus has not yet bloomed in Kerala, but very soon. But that was on a lighter note. Please don't think this is a political platform. I have come to express the central government's solidarity and full support to invest Kerala. ഇനിയിപ്പോൾ സുരേന്ദ്രൻ, സുരേഷ് ഗോപി, പീയൂഷ് ഗോയൽ എന്ത് പണിയെടുത്തതെന്നൊന്നും വിചാരിക്കേണ്ട. പീയൂഷ് ഗോയൽ മാത്രമല്ല, അവിടെ വന്ന മറ്റൊരു മന്ത്രി, 2 പേരെ വന്നിട്ടുള്ളൂ. രണ്ടാമത്തെ ആൾ ജയന്ത് ചൗധരിയാണ്. കേന്ദ്ര നൈപുണ്യ വികസന വകുപ്പിൻ്റെ സഹമന്ത്രിയാണ് ജയന്ത് ചൗധരി. ജയന്ത് ചൗധരി പ്രസംഗത്തിൽ പറഞ്ഞ ആദ്യത്തെ കാര്യം, ഈ കൊച്ചിയിൽ വന്നിട്ട് ഈ സോളാർ വാട്ടർ മെട്രോയിൽ പോയി മൂപ്പരിങ്ങനെ അതിശയിച്ച് നിന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. I take this opportunity to tell you about my journey today. I sat in the Kochi Water Metro, which is also a unique proposition. It's the world's largest fleet of solar-powered boat metro infrastructure. ജയന്ത് ചൗധരി ആ വാട്ടർ മെട്രോയിൽ തന്നെ സ്റ്റക്കായി കിടക്കുകയാണ്.
മൂപ്പര് ആ സ്റ്റക്കായി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു കാര്യം കൂടി തീരുമാനിച്ചു. എന്താണെന്നറിയാമോ? അങ്ങ് പോയിട്ട് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് മൂപ്പര് ഒരു കാര്യം പറയാൻ തീരുമാനിച്ചു. ആ കേരളത്തിൽ പോയിട്ട് വാട്ടർ മെട്രോ ഒക്കെ പോയി കാണും, എന്നിട്ട് പഠിച്ചിട്ട് വാ, ഇവിടെ അങ്ങനെയൊക്കെ ചെയ്യ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ജയന്ത് ചൗധരി തീരുമാനിച്ചു എന്ന് അത് മൂപ്പര് പ്രസംഗിക്കുകയും ചെയ്തു. And I can tell you, because the state of UP just recently in February has created a inland water commission. And I'm going to go back and I'm going to request the Chief Minister in UP, Shri Yogi Adityanath ji, that we must study and approach the Kochi water metro model. I am aware that the Kochi one is also a first of its kind experience. That for a consumer, if you're going in a three-wheeler, you're going in a bus, you're using the Kochi metro or you're using the water metro, it is the one ticket and the one card that you're purchasing. So it's a seamless consumer experience, multimodal transportation, which is the future. And it's a testament to how people in Kerala are so savvy at using new technology, new models, and building business and value around it. എന്താ അല്ലേ, സുരേന്ദ്രൻ സുരേഷ് ഗോപി എന്ന് കേൾക്കണ്ടേട്ടാ, അവർക്ക് നെഞ്ചടിച്ചു പോകുന്ന വർത്താനാണ് ജയന്ത് ചൗധരി ഇവിടെ വന്ന് പറയുന്നത്. വാട്ടർ മെട്രോക്കെതിരെ എന്തെല്ലാം നടന്നതാണ് കേരളത്തിൽ. അതെന്തായാലും അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഇതുകൂടാതെ AI നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI കേരളം നടത്തുന്ന പോളിസി ഫ്രെയിംവർക്കിൽ മൂപ്പരെ അതിശയിച്ചിരിക്കുകയാണെന്ന്. Even in AI, Industry 4.0, it's a story from Appam to robotics. Everywhere, Kerala has a policy framework which is already in place. I know that the Industry Park scheme, Honorable Chief Minister spoke about it, the Digital University, all of these will have impact. ഇതൊന്നും പോരാഞ്ഞ് ആ നിതിൻ ഗഡ്കരിയും കേരളത്തെ പുകഴ്ത്തി. സുരേന്ദ്രൻ്റെയും സുരേഷ് ഗോപിയുടെ ഒക്കെ മുകളിലിരിക്കുന്ന നിതിൻ ഗഡ്കരി കേരളം പ്രവർത്തനങ്ങളിൽ മികവ് കാണിക്കുന്നതിനെ പറ്റിയും കേരളം നാഷണൽ ഹൈവേയിൽ ഉൾപ്പെടെ നടത്തിയ മികച്ച പ്രവർത്തനങ്ങളെയും ആവോളം പുകഴ്ത്തി ഇനിയും ഞങ്ങൾ സഹായിക്കും എന്നുകൂടി നിതിൻ ഗഡ്കരി പറഞ്ഞു. Kerala is concerned, it is one of the really important state in the country. The tourism point of view, it is very important. The ancient history, the culture of Kerala is a history of our country. I remember the systems, the way in which the societies approach about the education, healthcare, and particularly the law-bending attitude of the people in Kerala is really one of the important character of the Indian society. And I know that there are a lot of strength with Kerala where we can convert this strength into great opportunities. As the Minister of Road Transport, I am really happy that today already in Kerala we have completed the project costing more than 20,000 crores. And at the same time, the projects which are in the process, the ongoing project, the cost is 60,000 crore. And at the same time, I am very happy to announce some new project for Kerala by taking the chance of this conference. The most important thing, the Kerala infrastructure. The road infrastructure is very important. We are 31 upcoming projects of length 896 kilometers costing 50,000 crore. I am today declaring the all details of this project. I am very much cautious about it. Even for new project also, we will discuss with the government and we will support. ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിവാദമായത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേരളത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതെത്തി. വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൻ്റെ കാര്യത്തിൽ ഒരു റാങ്ക് പട്ടികയിൽ ഒന്നാമതെത്തി എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ ഒരു പരിപാടി, അങ്ങനെ ഒരു പട്ടിക തന്നെ ഇല്ല എന്നാണ് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത്. VD സതീശനടക്കം പറഞ്ഞുകൊണ്ടിരുന്നത്. VD സതീശൻ സ്റ്റേജിലിരിക്കുന്നുണ്ട്. ഇവരൊക്കെ സ്റ്റേജിലിരുത്തിക്കൊണ്ട്, കേന്ദ്രമന്ത്രിമാരൊക്കെ ഇരുത്തിക്കൊണ്ട് നമ്മുടെ MA യൂസഫ് അലി സ്റ്റേജിൽ വന്ന് പറഞ്ഞു, കേരളം അങ്ങനെ ഒരു പരിപാടി റാങ്ക് പട്ടികയിൽ എത്തിയിട്ടുണ്ട്, ഭയങ്കര അത്യധ്വാനത്തിൻ്റെ തുടർച്ചയാണെന്ന് MA യൂസഫ് അലി പറഞ്ഞു. Today, Kerala is among the top investor-friendly states in India. Many previous restrictions and regulations in the industrial policies have been removed. The state is today ranked number one and ease of doing business reforms in the country. It has consistently topped social indicators. യൂസഫ് അലി വേറൊരു പണിയും കൂടി എടുത്തു. കേരളത്തിൻ്റെ ഈ തുടർ ഭരണത്തിൻ്റെ
ഇത്രയും നീണ്ട കാലത്ത് കേരളം വമ്പൻ ചേഞ്ചുകൾക്ക് വേദിയായി അതിനൊക്കെ നേതൃത്വം നൽകുന്ന പിണറായി വിജയനെയും പി രാജീവിനെയും മൂപ്പരും കൂടിയും പുകഴ്ത്തി. The state is going through many commendable transformation under the dynamic leadership of Honorable Chief Minister Sri Pinarayi Vijayan. I personally appreciate Honorable Minister of Industries for conducting road shows and also participating in the World Economic Forum in Davos to meet potential investors and attract investments to the state. ഇതൊന്നും കൂടാതെ പി രാജീവ് എണീറ്റിട്ടും ചില കാര്യങ്ങൾ പറഞ്ഞു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ 1ാം റാങ്ക് മാത്രമല്ല, കേരളം 1ാം റാങ്കായി കിടക്കുന്ന ഏതൊക്കെ ഉണ്ടോ അതൊക്കെ പി രാജീവ് അവിടെ എടുത്തു പറഞ്ഞു. അപ്പുറത്ത് സതീശൻ ഇരിക്കുന്നുണ്ട്, അത് കേട്ടു നോക്ക്. This is the best place for ease of doing business with ease of living. The quality of air is one of the best in the country. You can move outside without wearing any mask, take a deep breath. And also we have 44 rivers. The quality of water is also one of the best in the country. And also we have a very good education and healthcare system. And also the mobile penetration. Kerala is the number 1 in the country. That is the 124% of population of the country. And 87 out of 100 people are having internet connectivity. This is the only one place in the world which declared internet access is the basic right of the citizen. And fulfill that promise, the government had established a optical fiber cable network infrastructure system. We have 2 transshipment container terminals and 17 minor ports, and also we are trying to develop the road connectivity. ഇതുകൂടാതെ തട്ടുകട, ബാർബർ ഷോപ്പ്, ബ്യൂട്ടി പാർലർ സിദ്ധാന്തം അവതരിപ്പിച്ച വി ഡി സതീശനോട് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ എല്ലാവരോടുമായിട്ട് എന്ന പോലെ മൂപ്പര് പറഞ്ഞു. എന്താ അത്? 3.5 ലക്ഷം MSMEകളുടെ കഥയാണ്, സംരംഭങ്ങളുടെ കഥയാണ്. പ്രധാനമന്ത്രി പോലും അഭിനന്ദിച്ച സംരംഭങ്ങളുടെ കഥ. We could establish 3.5 lakhs MSMEs within 3 years. Honorable Prime Minister has recognized this is the best practice in MSME sector of the country. And first time in the history, American Society of Public Administration has recognized this is a novel innovation in public administration. First time in its 87 years of history, this society has recognized a Indian initiative as a novel innovation in public administration. കേരളത്തിന്റെ വ്യവസായ സംസ്കാരം തന്നെ മാറ്റിമറിക്കാൻ പോവുകയാണ് ഞങ്ങൾ എന്നാണ് രാജീവ് പറഞ്ഞത്. കേരളത്തിന്റെ പ്രതിപക്ഷ സമീപനം മാറ്റിമറിക്കാൻ പോകുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു. അങ്ങനെ ആകെ മൊത്തം കേരളത്തിന്റെ സാഹചര്യം ഗുണപരമായി മാറുകയാണെന്ന് ആലോചിക്കുമ്പോഴാണ് ഒരേ ഒരു ആശ്വാസം. We are trying to change the nature of business in this state. This is the right time, and we, irrespective of other differences, political, ideological, and governance differences, we are together to attract more investment and create more employment opportunities to our own youth. This is the right time. This is the right place. On behalf of the government, I would like to invite you all to invest in this country, in this state. This is God's own country, now transformed as a heaven of investment. ഈ ആശ്വാസം ചില്ലറ ആശ്വാസമല്ല, വലിയ പ്രതീക്ഷ കൂടിയാണ്, വെറും ആശ്വാസമല്ല. ആ പ്രതീക്ഷയ്ക്ക് വളം വെക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ, നിക്ഷേപങ്ങൾ കൊച്ചിയിൽ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആഹ്ലാദിക്കാം, പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.